സ്വന്തം അച്ഛനെ ആ കുഞ്ഞ് ഇതുവരെ കണ്ടിട്ടില്ല. അച്ഛന്റെ ലാടലകളൊന്നും അറിഞ്ഞിട്ടേയില്ല ആ പൊന്നുമോൻ. അമ്മയുടെ കരുതലും ആ പിഞ്ചു കുഞ്ഞ് അനുഭവിച്ചിട്ടില്ല. പക്ഷേ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ മകന് പിതൃതുല്യനായ രണ്ടാനച്ഛനിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നത് കൊടിയ യാതനകളാണ്. 51 മുറിവുകളാണ് ആ കുഞ്ഞു ശരീരത്തിൽ ഉണ്ടായിരുന്നത്. നെഞ്ചിന്റെ ഭാഗത്ത് വലിയൊരു മുറിവുണ്ട്. ജനനേന്ദ്രത്തിലെ തൊലി 2ആയി കീറിയ നിലയിലായിരുന്നു. ആഴത്തിൽ മുറിവേറ്റിരുന്നു. കാൽപാദങ്ങളിൽ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച പാടുകൾ, 2 കക്ഷങ്ങൾക്കിടയിൽ പോലും പൊള്ളിച്ച പാടുകൾ, ഒപ്പം നിരവധി പഴയ പാടുകളും. ആന്തരിക രക്തസ്രാവമാണ് ആ കുഞ്ഞിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതിക്രൂര പീഡനമാണ് ആ പിഞ്ചു കുഞ്ഞ് നേരിട്ടതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാകുന്നുണ്ട്. എങ്ങനെയാണ് നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരനായ അർഷിദിനെ പെറ്റമ്മയായ അഖിലയും അഖിലയുടെ പങ്കാളിയായ അഷ്കറും കൊലപ്പെടുത്തിയത്? അഷ്കർ എന്ന നരഭോജിയെ സമൂഹത്തിലേക്ക് അഴിച്ചുവിട്ടതിൽ കേരള പോലീസിന് പങ്കുണ്ട്, സംസ്ഥാന സർക്കാരിന് പങ്കുണ്ട്, നാട്ടുകാർക്ക് പങ്കുണ്ട്, നമ്മുടെ സമൂഹത്തിന് പങ്കുണ്ട്. നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടായിരുന്നു ആ കുഞ്ഞർഷിദിനെ രക്ഷപ്പെടുത്താൻ. ആദ്യം നമുക്ക് നോക്കേണ്ടത് മരിച്ചുപോയ കുഞ്ഞർഷിദിന്റെ ജീവിത പശ്ചാത്തലമാണ്. അർഷിദിന്റെ മാതാവ് അഖിലയ്ക്കും അഖിലയുടെ ആദ്യ ഭർത്താവ് അഖിൽ നിന്നും ജന്മം കൊണ്ട കുഞ്ഞാണ് അർഷിദ്. എന്നാൽ അഖില 3 മാസം ഗർഭിണിയായിരിക്കെ ഭർത്താവ് അഖിൽ ആത്മഹത്യ ചെയ്തു. എന്തിനാണ് അഖിൽ ജീവൻ ഒടുക്കിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അഖിലിന്റെ മരണത്തിന് പിന്നാലെ അഷ്കറുമായി ബന്ധം പുലർത്തുകയും ഇരുവരും ഒന്നിച്ചു താമസിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ കുഞ്ഞ് ഒരു തടസ്സമായതിനാൽ കുഞ്ഞിനെ ഉപേക്ഷിക്കാനും അഖില ശ്രമിച്ചിരുന്നു. കുഞ്ഞിന് സമയത്ത് ഭക്ഷണം നൽകിയിരുന്നില്ല. വിശന്ന് കരഞ്ഞാൽ ആ കുഞ്ഞിനെ തീപ്പൊള്ളലേൽപ്പിക്കും. വാശി പിടിച്ചാൽ നിലത്തിട്ട് തൊഴിക്കും. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ജനനേന്ദ്രിയം കീറിമുറിച്ചു ആ നരാധവൻ. ബെഞ്ചിൽ കയറാൻ ശ്രമിച്ചതിന് 2 കൈകളും തല്ലിയൊടിച്ചാണ് അഷ്കർ എന്ന ആ നരഭോജി ശിക്ഷിച്ചത്. ചെളിവെള്ളത്തിൽ ഇറങ്ങിയതിന് കാൽവിരലുകളിൽ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചു. അപ്പോൾ ബൈക്കിൽ കയറാൻ ശ്രമിച്ചതിനും ആ കുഞ്ഞിനെ പൊതിരെ തല്ലി. പീഡനങ്ങളിൽ പലതും നടന്നത് സ്വന്തം അമ്മയായ അഖിലയുടെ മുന്നിൽ വെച്ചായിരുന്നു. കഴിഞ്ഞില്ല, ഈ കുഞ്ഞിനെ ക്രൂരമായി കൊലപ്പെടുത്താനും ഇരുവരും ചേർന്ന് പദ്ധതി തയ്യാറാക്കി. ആദ്യം ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കി. അഷ്കറും അഖിലയും ചേർന്ന് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു. കുഞ്ഞിന്റെ പിടച്ചിൽ കണ്ടപ്പോൾ പിന്തിരിഞ്ഞു. പിന്നെ ഒരിക്കൽ ഷോള് കഴുത്തിൽ മുറുക്കി അമിതമായി ഗുളികകൾ നൽകി. അപ്പോഴെല്ലാം കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടി. ഒടുവിൽ താനില്ലാത്തപ്പോൾ മാത്രമേ കുഞ്ഞിനെ വകവരുത്താനാകൂ എന്ന് പറഞ്ഞ ശേഷം അഖില തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് കുഞ്ഞിനെ നിഷ്ഠൂരം കൊലപ്പെടുത്താൻ ഇരുവരും ചേർന്ന് പദ്ധതിയിട്ടു. കുഞ്ഞിന്റെ തൊണ്ടയിൽ ആഹാരം കുത്തി നിറച്ച് മരിച്ചു എന്ന് വരുത്താനായിരുന്നു പദ്ധതി. ഇക്കാര്യം വെള്ളിയാഴ്ച രാവിലെ അഖിലയുമായി ചർച്ച ചെയ്തുറപ്പിച്ചു. അതിനായി കുഞ്ഞിനെ മൃഗീയമായി മർദ്ദിച്ചു, നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അവശനായ കുഞ്ഞിന്റെ വായിലേക്ക് ഭക്ഷണം കുത്തി നിറച്ച ശേഷം തൊണ്ടയിൽ കുത്തിപ്പിടിച്ചു. ഒടുവിൽ ആ കുഞ്ഞിന്റെ തല പിടിച്ച ഭിത്തിയിലേക്ക് ഇടിച്ചതോടെ കുഞ്ഞ് കുഴഞ്ഞു വീഴുകയായിരുന്നു. തീർന്നില്ല, കുഴഞ്ഞു വീണ കുഞ്ഞിന്റെ വായിൽ ഭക്ഷണം തിരികെ കയറ്റി. ഈ സമയം കുഞ്ഞ് ഛർദ്ദിച്ചതോടെ സമീപവാസികൾ ഓടിയെത്തുകയും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞ സുഹൃത്തിന്റെ ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അഷ്കർ. അധികം വൈകാതെ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി. പലപ്പോഴും 2 കൈയും ഒടിഞ്ഞ ഈ 1.5 വയസ്സുകാരൻ റോഡിലിറങ്ങി നടക്കുന്നതും അപകടകരമായ അവസ്ഥയിൽ കുഞ്ഞിനെ അഷ്കർ സൺഷെയ്ഡിൽ ഇറക്കി നിർത്തിയതും നാട്ടുകാരിൽ ചിലർ കണ്ടിരുന്നുവത്രേ. പക്ഷേ ആരും അന്ന് പ്രതികരിച്ചില്ല. ഇനി നമുക്ക് മറ്റു ചില വിശദാംശങ്ങൾ കൂടി പരിശോധിക്കണം. അഷ്കറിനെ വേട്ടക്കാരനാക്കിയത് നെടുമങ്ങാട് പോലീസാണ്. അഷ്കറിന്റെ പീഡനത്താൽ പൊറുതിമുട്ടി വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടി ചിറയൻകീഴ് സ്വദേശിനി ജീവനൊടുക്കിയിരുന്നു. അന്ന് പോലീസ് അത് കേസാക്കിയില്ല. അഷ്കറിന്റെ മുൻ ഭാര്യ ആമിനയെ അഷ്കർ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നറിയാമോ? അഷ്കറിന്റെ ക്രൂരമർദ്ദനത്തിൽ 13 മാസമാണ് ആമിന എന്ന യുവതി ജീവസ്തവമായി ആശുപത്രിയിൽ കിടന്നത്. ആമിന +2 പഠിക്കുന്നതിനിടയിലാണ് അഷ്കർ പ്രണയം നടിച്ച് വശത്താക്കിയത്. പിന്നീട് ഇരുവരും വിവാഹം ചെയ്തു. എന്നാൽ നല്ല ജീവിതം സ്വപ്നം കണ്ട ആമിനയ്ക്ക് കൊടിയ യാതനകളാണ് അനുഭവിക്കേണ്ടി വന്നത്. സ്വത്തും പണവും ചോദിച്ച അഷ്കർ നിരന്തരം മർദ്ദിച്ചു. ചുവരിലും ഫ്ലോറിലും തലപിടിച്ചിടിക്കും, അടിവയറ്റിൽ ചവിട്ടും. ഗുരുതരാവസ്ഥയിലായ ആമിനയെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കിയും കടം വാങ്ങിയുമാണ് ആമിനയുടെ കുടുംബം ഇപ്പോഴും ചികിത്സിക്കുന്നത്. ആമിനയുടെ അമ്മ അഷ്കറിനെതിരെ പരാതിയുമായി 100-ലധികം തവണ നെടുമങ്ങാട് പോലീസിനെ സമീപിച്ചു. എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. പകരം അഷ്കറിനെ വെറുതെ വിരട്ടിവിടുകയാണ് ചെയ്തത്. അന്നൊരുപക്ഷേ പോലീസ് കൃത്യമായ നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞർഷിദിനെ നഷ്ടമാകില്ലായിരുന്നു. പോലീസിന്റെ ഉദാസീനതയുടെയും കെടുകാര്യസ്ഥതയുടെയും ഇരയാണ് ആ 1.5 വയസ്സുകാരൻ. ഇനി കുഞ്ഞിന്റെ കൈയൊടിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിന്റെ അമ്മുമ്മ പോലീസിൽ കൃത്യമായി പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ചൈൽഡ് ലൈൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത്.
സമയബന്ധിതമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ആ കുരുന്നിന്റെ ജീവൻ ഇന്ന് നമുക്ക് നഷ്ടമാകുമായിരുന്നില്ല. കേരളത്തിലെ ശിശു സംരക്ഷണ സംവിധാനങ്ങളും പോലീസും ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാതിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ അന്വേഷണം വേണം. പ്രതികൾക്ക് മാത്രമല്ല, ഈ കേസിൽ വീഴ്ച വരുത്തിയ ഓരോരുത്തർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഈ നെടുമങ്ങാട്ടെ സംഭവം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പ്രബുദ്ധമെന്ന നമ്മൾ അഹങ്കരിക്കുന്ന ഈ കേരളത്തിൽ മാത്രമാണ് അവിഹിതത്തിനു വേണ്ടി ഇത്രയധികം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ളത്. വിയാനും ഫഹദും സന ഫാത്തിമയും ആൽബിനും സ്റ്റെഫിയും ഒക്കെ ഇത്തരത്തിൽ മാതാപിതാക്കളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ബലിയാടാക്കപ്പെട്ടവരാണ്. ഇനി എത്ര കുട്ടികൾ ഇങ്ങനെ ബലിയാടാകണം?